ഹലോ ഹായ്. ഞങ്ങളിന്ന് ഒരു സർപ്രൈസ് ആയിട്ട് പോവും. എല്ലാം പഠിച്ച ആശുപത്രിയിലോട്ടാ പോകുന്നത്. അതല്ലാതെ ഒരു ഇതുണ്ട്. എല്ലാ വീഡിയോയിലും ഞങ്ങൾ 3 പേരും എല്ലാം ഉള്ളു. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മ അല്ലയോ, എൻ്റെ വൈഫ് കുറെ ഗിഫ്റ്റ്, അവള് ബഹറില്ല, ഗിഫ്റ്റ് അല്ല, അവിടെ നിന്ന് ഒരാൾ വന്നപ്പോൾ കുറച്ച് സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ പോകണം, അത് എടുത്തോണ്ട് വരണം. അങ്ങനെ ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ പോവാം. അപ്പോൾ അതെല്ലാം ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ റാന്നിയിലെത്തി. അങ്ങനെ കുറേ പരിപാടിയുമായിട്ട് ഇന്ന് ഇറങ്ങിയേക്കുക. പിന്നെ മോളെ നമ്മൾ കുമ്പനാട് ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാണ്. ആ പരിപാടിയൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ ഇന്ന് അങ്ങനത്തെ വീഡിയോ അല്ലേ മോളെ? പാലത്തിന് പണി കഴിഞ്ഞ് വണ്ടി നമ്മൾ ഈ വഴിക്ക് വരാത്തോണ്ടോ? അന്ന് താഴെ കൂടെ അല്ലേ വിട്ടോണ്ടിരുന്നേ. ഇന്നിപ്പോ അടികൊള്ളി കഴുകിയ വണ്ടി ബായി വെള്ളം ഒഴിച്ച് മൊത്തം വണ്ടി മൊത്തം കുളമാവും, മൊത്തം അടിച്ചു കയറും. അതിന് ബാക്കി പണി കിടക്കുമല്ലേ. അതെന്തായാലും നന്നായില്ല, ഇതൊരു കയറ്റി വിട്ടല്ലോ. ബസ്സിന് പോയിച്ചിട്ട് പാടുണ്ടാവും. ഇലക്ഷൻ ആയപ്പോഴത്തേന് മൊത്തം പണിത് കിട്ടും. ഇലക്ഷൻ ആയപ്പോഴത്തേന് പണിതാ. 3 വർഷമായി ഇങ്ങനെ കിടക്കുന്നു. 3 വർഷമൊക്കെ ഉണ്ടായി. ഇപ്പൊ എന്തായാലും ഇലക്ഷൻ ആയപ്പോഴത്തേന് പണി തുടങ്ങിയതല്ല, പണി തീർന്നു, തുറന്നു കൊടുത്തു. ഇനി നമുക്ക് മേലെക്കൂടെ വരാം. നേരത്തെ താരക്കൂടെ വരുമ്പോ എന്തൊരു പൊടിയായിരുന്നു. ഇപ്പൊ ഇനിയും കുഴപ്പമില്ല, ഇനി പേടിക്കേണ്ട ആവശ്യം. നേരത്തെ വന്നിട്ട് പെട്ടെന്ന് ചാടുവായിരുന്നു ഓരോരുത്തര്, അറിയാത്തവര് നേരെ കയറി. ഇനിയിപ്പോ അടിപൊളി. പാലം ഉയർത്തിയിട്ടുമുണ്ട്, പഴയതിനെ കഴിഞ്ഞ് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ടാറിങ് ഒക്കെ ഇനി ഉണ്ടാവും പുറകെ. നല്ല കാര്യം. കോഴഞ്ചേരി പാലം തിരക്കായിരിക്കും. എപ്പോഴത്തേക്ക് പണി കഴിയുന്നേ? വീണ്ടും പണി തുടങ്ങിയെന്ന് തോന്നിപ്പോ. കുറെ നാളായിട്ട് അങ്ങനെ കിടക്കുവരും. ഇപ്പൊ പണി തുടങ്ങി. ഇത് മാരാമൺ കൺവെൻഷൻ തുടങ്ങി. എന്റെ നമ്മളത് സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോയി. സ്റ്റാളുകളൊക്കെ ആയി തുടങ്ങി. കുറെ പോലീസിനെ വന്നിട്ടുണ്ട്. കൺവെൻഷൻ തുടങ്ങിയില്ലേ അതിന്റെ അപ്പുറത്തൂടെ മെയിൻ ഗേറ്റിന്റെ അവിടെ. അവിടെ മറ്റേ ബലൂണൊക്കെ വെക്കുന്നു. പണ്ട് ഇതൊക്കെ വാങ്ങുമായിരുന്നു. ഇപ്പൊ വലിയ താല്പര്യമൊന്നുമില്ല. ഇതിലേ അല്ലേ ചമാരവൻ അല്ലേ? തുടങ്ങിയോണ്ട് ആള് കുറവ്. തുടങ്ങി അത് മാത്രല്ല, രാവിലെ അല്ലേ എന്നെ ചൂടാ. വണ്ടിക്ക് AC ഇടാതെ ഇരിക്കാനും പറ്റത്തില്ല. 2 ദിവസം കൊണ്ട് ഒന്ന് മഴ പെയ്തിരുന്നേ കൊള്ളായിരുന്നു. 2 ദിവസം കൊണ്ട് ഇപ്പൊ ആളാവും. 2 ദിവസം കൊണ്ട് ഇപ്പൊ ആളാവൂടാ. ഇപ്പൊ നല്ല ആള് വരും കേട്ടോ. കണ്ടവനം പോലീസ് കേട്ടോ. വനിതാ പോലീസ് ഏതാ? അല്ല ആണോ? ഇതുവഴി പോവാം. വനിതകളാ കൂടുതലും കണ്ടോ. ഡ്യൂട്ടിക്ക് ഇടുന്നല്ലേ? തിരക്കായി തുടങ്ങി. നൈറ്റ് ആണ് തിരക്ക്, ഭയങ്കര തിരക്കായിരിക്കും നൈറ്റിൽ. നമുക്ക് ഇവിടെ പോണേ. എന്തായിരുന്നു? ചെറുപുഴ. ഇവിടെ പോയപ്പോ അടുത്ത ഞായറാഴ്ച അല്ലേ മോളെ? ഇവിടെ ഇപ്പൊ പോയ ഭയങ്കര തിരക്ക്. ഇവിടെ കേറണ്ട. ഭയങ്കര പൊടിയെല്ലാം ആയിട്ട് ഭയങ്കര. നമുക്ക് ചെറുപുഴ കൺവെൻഷന് പോകുമ്പോ അതിന് വെടിക്കെട്ടായിട്ട് അതുവഴി ഉള്ള വീഡിയോ എല്ലാം കൂടെ എടുത്ത് ആവശ്യം പോലെ വീഡിയോ ആയിരിക്കും അല്ലേ മോനെ? എല്ലാ വീഡിയോ എടുക്കണം. എല്ലാ വീഡിയോ ഒരു 2-3 ദിവസം പോണം. അടുപ്പിച്ച് ഉള്ള സ്റ്റാളുകൾ മൊത്തം കേറി ഇറങ്ങി നടക്കുക. ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്നല്ലേ നേരത്തെ വരുമ്പോ? നല്ല പോലീസ്. തിരുവല്ല ഇതാണ് റിംഗ് റോഡ്. നമുക്ക് റൈറ്റിലേക്ക്. അപ്പൊ നമ്മള് ഈ സൈഡ് ചേർന്ന് കിടക്കാം. ഇതായിരിക്കും അതുവഴി നമുക്ക് അങ്ങനെ വന്നിട്ട് അങ്ങനെ കയറി പോകാമായിരുന്നേ. ഞാനത് ഓർത്തില്ല.
നോക്കാം. ഇവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഗ്രൗണ്ട് എന്ത്? ഓ, ഇടയ്ക്ക് പ്രോഗ്രാം ഒക്കെ നടക്കത്തില്ല ഇവിടെ, ഫെസ്റ്റിവലും അത് ഇതും ഒക്കെ. നോക്കാം. പുഷ്പഗിരിക്കാരുടെ സ്പോൺസർ ആണോ അതൊക്കെ? പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്നോ ഫ്ലാറ്റ് ആണ്. വെള്ളം പറ്റി കേട്ടോ, പറ്റി. നമുക്ക് തിരിച്ചു തരാം. എല്ലാം നല്ല വീടുകളായി, നേരത്തെ പോലല്ല. വെള്ളം കയറാനും തോന്നി ഇപ്പൊ കേട്ടോ. അടിപൊളി അടിപൊളി അല്ലയോ? നല്ല റോഡും അതുവഴിയല്ല, കോൺക്രീറ്റ് റോഡാണ് ആ സൈഡിൽ കൂടെ. അതാണ് ഉണ്ടാവാ കൊള്ളാല്ലേ കണക്കാരണത്. പാലമൊക്കെ കണ്ടു. ചകിരിയുടെ ഇതുണ്ടാക്കിട്ടേക്കുന്നുണ്ടോടാ? ചകിരി മത്ത ഉണ്ടാക്കിട്ടേക്കുന്ന കണ്ടായിരുന്നു. ചെറിയ വലിയ വണ്ടി കേറ്റാൻ തോന്നല്ലേ? ഓ ഇല്ല, ചെറുത് കാറൊക്കെ കയറണം, അത്രേ ഉള്ളൂ. അടിപൊളി. എനിക്കൂടെ ഭയങ്കര ഇഷ്ടമാണ് ആലപ്പുഴ, എനിക്കിഷ്ടമാണ്. കുഞ്ഞാന്റെ മോനെ, ഇവിടെ വല്ല സ്ഥലമല്ലോ മേടിച്ച് ജീവിച്ചാലോ? ഇഷ്ടമാണോ മോക്ക്? നല്ല റോഡുമായി ഇപ്പൊ ഒരു കണക്ക് പറഞ്ഞല്ലേ. അടിപൊളിയായില്ലേ? അടിപൊളി അടിപൊളി. നല്ല റോഡൊന്നല്ല, എല്ലാം അടിപൊളിയായില്ലേ? സൂപ്പറായി. ഇച്ചിരി വെയിൽ കൂടുതല നമ്മുടെ അവിടത്തേനേക്കാളും. നമ്മുടെ അവിടെ അത്ര മരം ഉള്ളതുകൊണ്ടല്ലേ തോന്നാത്തെ. അവിടെ വെയിലുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ചൂണ്ടാക്കിയിട്ട് മീനൊക്കെ പിടിച്ച പണിയും കുറവായിരിക്കും. നമ്മുടെ അവിടെ തന്നെ അത്രയും വർക്കൊക്കെ ഈ പ്രദേശത്തോട്ട് കുറവ് വരും. പണിക്ക് നമ്മളവിടെ പോയി നിക്കണം. തമിഴ്നാട്ടിൽ നിന്ന് നോക്കാം, ഭായിമാരും ഒക്കെ വരുന്നതല്ലേ ഇവിടെ താമസം. ചെറിയ പെട്രോൾ പമ്പും നല്ല പാടം നികത്തിയതാ മൊത്തം. അടുത്ത പാലം ഈ മറ്റേ സിനിമ കാണത്തില്ല ഒരു അവിടെ കണ്ടോ വല, വലയൊക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ? വല കുറെ കൂട്ടി വെച്ചേക്കുന്നുണ്ടോ വണ്ടി? കണ്ടോ? പോട്ടെ, ചൂടെടുക്കുന്നു. നല്ല ചൂടാണ് ഗൈസ്, നല്ല ചൂട്. ഇതാണ് എന്താ പിന്നെ കണവമീൻ്റെ നാക്കോ? കണവമീൻ്റെ നാക്ക്. ഇവിടെ നമ്മളോട് ഡാമച്ചൻ പറഞ്ഞ അല്ലയോ? ഇതേ കണ്ട് ഇട്ട് ഓടിച്ചിട്ടിട്ട് ഇതുപോലെ നഖത്തേലിട്ട് ഉരച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രഷായിട്ട് നല്ല സൂപ്പറാവും, നല്ല ഗ്ലേസിങ് ആവും. അതാ പറഞ്ഞേ ഉണ്ടോ? അതാ അടിപൊളി. ഓടിക്കില്ല അങ്ങ് 3 കിലോ 4 കിലോ ഉണ്ടാവുന്നവർ. അതുകൊണ്ട് അങ്ങ് കാണുന്നത് ആലപ്പുഴ ബീച്ച്. അങ്ങോട്ട് പോയപ്പോ കൊച്ചു വഴിയിലൊക്കെ കയറ്റിയത്. ഗൂഗിളാൻഡ് പറയുന്നത് ഇങ്ങനെ ആയിട്ട് ഹൈവേ കയറാനാണ്. ഇതുണ്ടോ? ഇതെന്ത് ഇടിച്ചിട്ട് കിടക്കുന്നേ? ഇന്നോവേന്റെ ഒക്കെ ഒരു അവസ്ഥ ഏതാണ്ട് അവിടെ ഇട്ടിട്ട് പോയി. നാളെ കുറെ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ഗൂഗിൾ പറയുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരെ കയറിക്കാം. പെട്രോൾ അടിക്കണല്ലേ? മോൻ പറയുന്നതുകൊണ്ട് ആ വണ്ടിയുടെ കാര്യമല്ലേ? ഏതാ? അത് ടാക്സി ഉണ്ട്. കടലിലിറങ്ങി കാല മൊത്തമായി പൂവെല്ലാം ഊരിയിട്ടു. അച്ഛൻ്റെ കലയിൽ പോയില്ലേ? എല്ലാവരും ഉണ്ട്. ഇന്ന് അവിടെ ചേർന്ന് വാക്വം ക്ലീനർ വെച്ച് മൊത്തം ക്ലീൻ ചെയ്യുന്നത്. അതൊരു ഇരട്ടി പണി. ഇനി
പക്ഷെ രസമുണ്ടായിരുന്നു കടലിൽ ഇറങ്ങിയത്. അത്ര വലിയ നാക്കൊക്കെ എന്തൊരു നാക്കാണ്. പണി പിടിക്കാനൊക്കെ പോന്നവനാ. ആ രാമച്ചൻ മീൻ പിടിക്കാൻ പോന്ന. രാമച്ചനല്ല, ഡാമച്ചൻ. ഡാമച്ചനോ? അങ്ങനെ പേര്. ഡാമച്ചൻ. ഡാമച്ചൻ എല്ലാരും വിളിക്കാൻ. ഇവിടെയുള്ളൊരു ആലപ്പുഴ ഏതോ ഒരു ഓർക്കസ്ട്രയുടെ പേര് പറഞ്ഞു, അവിടുത്തെ ഗായകൻ. ചേട്ടനും ഗായകനാ. പുള്ളിയുടെ ചേട്ടൻ. മൂപ്പരുടെ ഡാമച്ചന്റെ ചേട്ടനും ഗായകൻ. കുഞ്ഞാറ്റെ വല്ലാത്തൊരു പൊട്ടിക്കാം. അച്ഛന്റെ ഷൂ വൈറ്റാ മൊത്തം. എന്റെ ഷൂ ആയിട്ട് ഏകദേശം സാമ്യമുണ്ട്. ഇഷ്ടം പോലെ സാധനം എന്റെ ഭാര്യ കൊടുത്ത് വിട്ടിട്ടുണ്ട്. മോക്കുള്ള ബാഗ്. എന്റെ ഒറ്റ വാച്ച്, സ്മാർട്ട് വാച്ച്. എനിക്കുള്ള വാച്ച് ഉണ്ടായിരുന്നു. ഇല്ല, അച്ഛനില്ല, ആകെ ഒന്നേ ഉള്ളൂ. ഉണ്ട് വാച്ച് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് തുറന്നിട്ടേക്കാണ് കാണും. ഇല്ല, ഇപ്പൊ വലിച്ചു പൊട്ടിക്കണ്ട, വീട്ടിൽ ചെന്നിട്ടില്ല. ഇഷ്ടം പോലെ സ്പ്രേ, സ്നാക്സ്. എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമല്ല. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങൾ. പറക്കി ഇടല് കേട്ടോ വെറുതെ. ഇതെന്തുവാ? ബ്ലൂടൂത്ത്. എനിക്ക് വേണ്ടി കൊടുത്തു വിട്ട. പൊട്ടിക്കാൻ നൈഫ് വേണോ? വേണ്ട. ഈന്തപ്പഴമുണ്ട്. പൊട്ടിച്ചേ, കാണിച്ചേ. ഓ സൂപ്പർ സൂപ്പർ സാധനം. കിട്ടില്ല. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അതിലും കിട്ടില്ല. ഓ അത് ലൈറ്റൊക്കെ കത്തും ഉള്ളിൽ. ബ്ലൂടൂത്ത് കൊടുത്തേ, ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ. അവിടെ ആയിട്ട് ഒരു വീടുണ്ട് കണ്ടോ? അത്രയും അത് കണ്ടോ വെച്ചാ ഇത്രയും പാടത്തിന് നടുക്ക്. പിന്നെന്തുവാ? ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ബാക്കി വീട്ടിൽ ചെന്നിട്ട് നോക്കാം. വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ. ഓക്കെ.